ദൃഷ്ടിദോഷം അല്ലെങ്കിൽ പ്രാപ്തദോഷം എന്ന് പറയുന്നത് നമ്മളുടെ അഭിവൃദ്ധി കണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഐശ്വര്യം കണ്ട് മറ്റൊരു മനുഷ്യൻ അല്ലെങ്കിൽ മറ്റൊരു ആള് അതിനെ ഒന്ന് നോക്കിയാൽ പോലും ചില അദൃശ്യമായ കിരണങ്ങൾ അല്ലെങ്കിൽ ചില ശക്തികൾ ആ വാക്കിനും ആ നോട്ടത്തിനും ഉണ്ട്. ഇത് നമ്മളിൽ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അഭിവൃദ്ധിയെ സാരമായി ബാധിക്കുന്നതാണ്. അത്തരം ദോഷങ്ങൾ തീർച്ചയായിട്ടും അത് ഭഗവതിങ്കൽ പുഷ്പാർച്ചന അല്ലെങ്കിൽ പൂജ നടത്തി അത് ഒഴിവാക്കേണ്ടതാണ്. ശത്രുദോഷം ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഉള്ളിലെ നെഗറ്റീവ് ചിന്താഗതി തുടങ്ങി അദ്ദേഹത്തിന്റെ അഭിവൃദ്ധിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ഉയർച്ചയ്ക്കും അതുപോലെ സർവോപരി കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കും വിലങ്ങുതടിയാൻ നിൽക്കുന്ന ഏത് ഘടകമാണോ അതാണ് ശത്രുവായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. ഈ ദോഷം നമ്മുടെ മാനസികമായ പവർ നേടി ഇത്തരം വിലങ്ങുതടികൾ അല്ലെങ്കിൽ ശത്രുദോഷങ്ങളെയൊക്കെ അകറ്റി നമുക്ക് ഐശ്വര്യവും അഭിവൃദ്ധിക്കും വേണ്ടി ചെയ്യുന്ന പൂജയും അതുപോലെ തന്നെ അർച്ചനയുമാണ് ശത്രുസംഹാര പുഷ്പാർച്ചന അല്ലെങ്കിൽ ശത്രുസംഹാര പൂജ എന്ന് പറയുന്നത്. ഭഗവത്യങ്ങളിൽ ഇരുന്ന് പശ്ചാത്തപിച്ച് അവരുടെ മനസ്സിനെ മന്ത്രം കൊണ്ട് അല്ലെങ്കിൽ പ്രായച്ചിത്തം കൊണ്ട് ശുദ്ധീകരിച്ച് പുതിയ എനർജി, പുതിയ ഊർജത്തോടു കൂടി പുതിയ കർമ്മതലങ്ങളിലേക്ക് മനുഷ്യൻ ഇറങ്ങിപ്പോവാൻ വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് ഇത് യഥാർത്ഥത്തിൽ ശത്രുസംഹാര പൂജ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 1080 പരം പ്രാവശ്യം മന്ത്രോച്ചാരണത്തിലൂടെ മനസ്സിന് ശക്തമായ ഒരു പവർ കൊടുത്ത് അവരുടെ പ്രശ്നങ്ങളെ സധൈര്യം നേരിടാനുള്ള ശാരീരിക മാനസിക ഊർജം നേടിയെടുത്ത് അതിൽ വിജയം കണ്ട് സർവൈശ്വര്യത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള കഴിവ് നൽകുന്നതാണ് ശത്രുസംഹാര പൂജ എന്ന് പറയുന്നത്.